വസുന്ധര അടുത്ത് പറയേ, ഇങ്ങനെയാണോ ഒരു മോനെ വളർത്തി വെച്ചിരിക്കുന്നത്? എന്നും എന്റെ മോളെ കണ്ണീര് കുടിപ്പിക്കാൻ ഇവൻ ആരാ അവകാശം കൊടുത്തേ? സുരഭി, അത് വേണ്ട, ന്യായീകരിക്കാൻ നിൽക്കണ്ട. ഈ വീടിന്റെ സംസ്കാരം എനിക്ക് മനസ്സിലായി. അല്ല, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? എനിക്കറിയാം, എല്ലാത്തിനും ഒത്താശ ചെയ്യുന്ന നീയാ. ഇതുപോലെ രഹസ്യ ഭാര്യയും കുഞ്ഞുള്ള ഒരുത്തനാ നീ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മോളെ എവിടേക്ക് പറഞ്ഞയക്കില്ലായിരുന്നു. എന്താരും ഒന്നും പറയാത്തെ? എല്ലാവരുടെ നാ ഇറങ്ങിപ്പോയോ? ഇതിനി പറ്റില്ല. ഇത്രേ സമയം ഇവൻ അവളുടെ അടുത്തായിരുന്നു, ആ അശ്വതിയുടെ അടുത്ത്. ഇപ്പൊ ഇവിടെ വച്ചൊരു തീരുമാനം ഉണ്ടാവണം. ആ അശ്വതിയെ ഇവൻ ഇനി കാണില്ല എന്ന് എനിക്ക് വാക്ക് തരണം. നോക്ക്, എന്റെ മോക്ക് എന്താ ഒരു കുറവ്? സൗന്ദര്യമില്ലേ? ഇട്ടുമൂടാനുള്ള പണമില്ലേ? പോരെങ്കിൽ ഇപ്പൊ നിന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ അല്ലേ? അല്ലേന്ന് ഇവിടെ വെച്ച്, എന്റെ മുമ്പിൽ വെച്ച് ഇനി അശ്വതിയെ കാണില്ല എന്ന് ഇവ സത്യം ചെയ്യണം. മമ്മി പറഞ്ഞത് കേട്ടില്ലേ? സത്യം ചെയ്. ഇനി അശ്വതിയെ മോളെയും കാണില്ല എന്ന് അരുൺ സത്യം ചെയ്. അല്ലെങ്കിൽ എന്റെ മമ്മി ആരാണെന്ന് അറിയും. ഈ കയ്യിലടിച്ച് സത്യം ചെയ്യടാ. സത്യം ചെയ്യാൻ. അമ്മേ, ഇവളെ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനിടയിലും ഇവരെ കൂടി, അതിനിവിടെ പറ്റില്ല. അമ്മേ, ഇവരെ നാളെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. അരുൺ, അരുൺ, അരുൺ നിൽക്കാൻ. അമ്മേ, അരുണോട് നിൽക്കാൻ പറ. ഒരു തീരുമാനം ഉണ്ടാക്ക്. ശ്യാമ, അമൃതേർത്തി, നിങ്ങളെങ്കിലും പറ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. മോള് ടെൻഷൻ ആവാതെ, ഒന്നും ഇവിടെ കൊണ്ട് തീരില്ല. ഇതൊരു തുടക്കം മാത്രം. നീ നോക്കിക്കോ, അരുണിനെയും ഇവിടെ അവന് ഒത്താശ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ മൂക്ക് കൊണ്ട് ഇഞ്ഞ എഴുതിപ്പിക്കും. ഈ സുരഭി മേനോനാ പറയുന്നത്. ഇതുപോലെ രഹസ്യ ഭാര്യയും കുഞ്ഞുള്ള ഒരുത്തനാ നീ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മോളെ എവിടേക്ക് പറഞ്ഞയക്കില്ലായിരുന്നു. ഇവിടെ വെച്ച്, എന്റെ മുമ്പിൽ വെച്ച് ഇനി അശ്വതിയെ കാണില്ല എന്ന് ഇവ സത്യം ചെയ്യണം. ഏട്ടാ, പോട്ടെ. ഐശ്വര്യയുടെ അമ്മ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. അവരുടെ സ്വഭാവം അങ്ങനെയാ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഐശ്വര്യെ കൊണ്ടേ ഞാൻ സഹിച്ചു മടുത്തു. ഇപ്പൊ അതിനേക്കാൾ വലിയ ശല്യമാ ഈ പുതിയ അവതാരം. വെറുതെ ഈ രണ്ട് കുരിശും കൂടി എന്റെ തലയിലാണല്ലോ വന്ന് കയറുന്നത്. ഈ അമ്മയുടെ വയറ്റിലല്ലേ ആ മകളും പിറന്നത്. പിന്നെ ഐശ്വര്യ തെറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം കൂടി സഹിക്കാൻ എന്തൊരു ജന്മം എന്റേത്.
അരുൺ സമാധാനിക്ക്, എല്ലാം ശരിയാവും. അമൃതടുത്ത് എന്തായി പറയുന്നത്? എവിടുന്ന് ശരിയാവാൻ? അമ്മയും നേരെയാവില്ല, മോളും നേരെയാവില്ല. ഇവിടെ ഉള്ള സമാധാനം കൂടി കളയാനാ മോളുടെ പേരും പറഞ്ഞ് അവരും കൂടി എഴുന്നള്ളിയിരിക്കുന്നത്. ഏട്ടാ, ഞങ്ങള് ഐശ്വര്യയുടെ അമ്മയുടെ ഒരു കാര്യം പറയാനാ വന്നത്. അയ്യോ, അവരുടെ കാര്യം എനിക്ക് കേൾക്കണ്ട, ഞാൻ മടുത്തു. ഏട്ടാ, അതല്ല, ഐശ്വര്യയുടെ അമ്മയും തമ്മിലുള്ള സംസാരം ഞാൻ കേട്ടു. അവരുടെ ഇവിടേക്കുള്ള വരവിലും ഈ കാണിക്കുന്ന ആഡംബരങ്ങളിലൊക്കെ എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? ഐശ്വര്യടുത്തെ നമ്മുടെ കമ്പനിയുടെ ക്യാഷ് തിരിമറി നടത്തിയിട്ടുണ്ടോ എന്ന് എന്റെ സംശയം. അതെ, ഇടയ്ക്ക് ഐശ്വര്യ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നപ്പോ കമ്പനിയിൽ കുറെ ക്യാഷിന്റെ ഇഷ്യൂസ് ഉണ്ടായില്ലേ? ആ, അതെല്ലാം അടിച്ചു മാറ്റി ഐശ്വര്യ അമ്മയ്ക്ക് കൊടുത്തോന്നൊരു സംശയമുണ്ട്. സത്യത്തിൽ ഐശ്വര്യടുത്തെ അല്ല പ്രശ്നം, അവരുടെ അമ്മയാണ്. അവരെ നിർബന്ധിച്ച് ഐശ്വര്യത്തെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നതാണെന്നാ എന്റെ സംശയം. എന്തായാലും അരുൺ, അത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഈ അമ്മയുടെ പിടിവിട്ട ഐശ്വര്യത്തെ അരുണേടിനെ സ്നേഹിച്ച് സമാധാനമായിട്ട് കഴിയുമെന്നാ എനിക്ക് തോന്നുന്നത്. ആ ഒരു പ്രതീക്ഷ എനിക്ക് എന്തായാലും ഇല്ല ശ്യാമേ. ഏട്ടാ, അങ്ങനെ ചിന്തിക്കാതെ, ക്രമേണ ഒക്കെ നേരെയാവും. ഐശ്വര്യത്തെ അരുണേണ്ട കുഞ്ഞിനെ കൂടി പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും മാറ്റം വരും. പിന്നെ കുടുംബം, കുഞ്ഞ്, അതിന്റെ കളിച്ചിരി, തമാശ, ഐശ്വര്യത്തെ മൊത്തത്തിൽ ചേഞ്ച് ആവും ഏട്ടാ. എന്തായാലും അരുൺ, ഐശ്വര്യയുടെ അമ്മ ഇവിടെ എന്ത് ഉടായ്പാണ് കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അത് വേണം. ഇനി എന്തെങ്കിലും സൂചന കിട്ടിയാൽ എന്നോട് പറയും. അവരെ പൊളിച്ചെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എത്തിയോ? ആന്തേട്ടനോട് ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ പറഞ്ഞിട്ട് വന്നതാ. നമുക്ക് മനോഹരമായ 2 തൊട്ടില് പണിയണം. തൊട്ടിലോ? ആ, താമസിയാതെ ഈ വീട്ടില് 2 പൊന്നോമനകളാ പിറക്കാൻ പോകുന്നേ. അപ്പൊ അവരെ താരാട്ട് പാടി ഉറക്കാൻ നല്ല ഭംഗിയുള്ള 2 തൊട്ടില് വേണം. അതിന് ഇനി സമയമുണ്ടല്ലോ. തൊട്ടിൽ പിന്നെ ഉണ്ടാക്കിയാ പോരെ? അല്ലെങ്കിൽ അപ്പൊ നമുക്ക് മേടിക്കാം. അത് പറ്റില്ല. നല്ല തേക്കിലോ ഈട്ടിയിലോ കടഞ്ഞെടുത്ത തൊട്ടില് തന്നെ വേണം. അതാ സ്റ്റൈല്. മാഡം, നല്ല നിലമ്പൂർത്തേക്ക് സ്റ്റോക്ക് ഉണ്ട്. ഈട്ടി തടിയായാലും സംഘടിപ്പിക്കാം. ആ, എന്നാ നിലമ്പുറത്തേക്ക് മതി അല്ലേ അന്തേട്ടാ? അത് പറ്റില്ല. എന്റെ ഐശ്വര്യയുടെ കുഞ്ഞിനെ കൂടി കിടത്തി താരാട്ട് പാടാനുള്ള തൊട്ടില്ല. അപ്പൊ അതിന് അതിൻ്റെതായ സ്റ്റൈൽ ഉണ്ടാവണം. തേക്കിന്റെ തൊട്ടിൽ എന്താ സ്റ്റൈല് കുറവ്? തേക്ക് അത്ര റിച്ച് അല്ല. എന്നാ ഈട്ടിത്തടി ചെയ്യാല്ലേ എന്തേട്ടാ? ഈട്ടിത്തടി കടഞ്ഞെടുത്ത തൊട്ടിൽ നല്ല സ്റ്റൈലാവും. ചന്ദനമാണെങ്കിലോ? മാഡം, ചന്ദനം കൊണ്ടോ? എന്താ, ചന്ദനം കൊണ്ട് തൊട്ടിലുണ്ടാക്കാൻ പാടില്ലേ? അതുണ്ടാക്കാൻ തന്നെ കൊണ്ട് പറ്റില്ലേ? മാഡം, ചന്ദനം ചെറിയൊരു പീസിന് തന്നെ നല്ല വിലയാവും. 1 കോടി രൂപയൊന്നും ആവില്ലല്ലോ. ഇനിയിപ്പോ അത്ര തന്നെ ചെലവായാലും ശരി, ഐശ്വര്യയുടെ കുഞ്ഞിനെ കിടത്തി ഉറക്കുന്ന തൊട്ടില് ചന്ദനം കൊണ്ട് മതി. ആ,
എന്താ താൻ കണ്ണുമിഴിച്ച് നിൽക്കുന്നേ? ഇവിടെ ഈ നിൽക്കുന്ന മാഡത്തിന് അതിനുള്ള കഴിവില്ലെന്നാണോ കരുതിയേ? ഓ, എന്നാലേ ഈ നിൽക്കുന്നത് മിസ് കേരളയാ. ഇവളുടെ കുഞ്ഞ് ചന്ദന തൊട്ടിൽ കിടന്നാ മതി. ആ ബോധം വസുന്ധരടുത്തേക്കുണ്ട്. മനസ്സിലായോ? സുരഭി അത് പിന്നെ വസുന്ധരടുത്ത് ഒന്നും പറയണ്ട. ഓർഡർ കൊടുക്ക്. അഡ്വാൻസ് ഒരു 10 ലക്ഷം മറ്റോ കൊടുത്തേക്ക്. ഇനി ഒന്നിനും പിശുക്ക് കാണിക്കണ്ട. എല്ലാം അടിപൊളിയാവട്ടെ. ചന്ദനം വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ ആനന്ദേട്ടാ, എന്തിനാ ക്യാഷ് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുന്നേ? മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയല്ലേ? ശരിക്കും കൂടി ചെലവാക്ക്. ഇപ്പൊ തന്നെ നോക്കിയേ, ഞാൻ ഇന്ത്യൻ രൂപയല്ല ശരിക്കും ഡോളറുകളാ വലിച്ചെറിഞ്ഞത്. എന്തിനാ? എന്റെ മോൾക്കും അവളുടെ കുഞ്ഞിനും വേണ്ടി. ഞാൻ വന്നപ്പോ കൊണ്ടുവന്ന പെട്ടികളെല്ലാം നിങ്ങൾ കണ്ടതല്ലേ? അതിലെല്ലാം ലക്ഷങ്ങളുടെ മുതലായിരിക്കുന്നേ. പറഞ്ഞത് കേട്ടല്ലോ. ഒരു തൊട്ടില് പ്യൂർ ചന്ദനം കൊണ്ട് മാത്രം ഉണ്ടാക്കണം. ഒന്ന് തനിക്ക് ഇഷ്ടമുള്ള തടി വെച്ച്. മനസ്സിലായല്ലോ? അമ്മയെ നോക്കണ്ട, അമ്മ സമ്മതിച്ചു. ദാ അമ്മ എത്രയാന്ന് വെച്ചാ അഡ്വാൻസ് രൂപയും തരും. വസുന്ധരടുത്തി മടിച്ചു നിൽക്കാതെ നമ്മുടെ നിലയും വിലയും കാണിച്ചു കൊടുക്ക്. 10 എങ്കിലും 10 അഡ്വാൻസ് കൊടുക്ക്. അത് ഈ 10 ലക്ഷം അമ്മ തന്നെ കൊടുക്കണമെന്നില്ല. ആര് കൊടുത്താലും ഇയാൾ വാങ്ങും. അയ്യോ, അത് ശരിയാവില്ല. ഈ വീട്ടിൽ ഞാൻ അഡ്വാൻസ് കൊടുക്കാനോ? അത് വസുന്ധരടുത്തേക്കും ആനന്ദേട്ടനും കുറച്ചില്ലല്ലേ? അമ്മയ്ക്കും അച്ഛനൊന്നും ഒരു കുറച്ചിലും ഇല്ല. ആ രൂപ കൊടുത്തോ, ആരും തടയില്ല. അയ്യോ, അത് ശരിയാവില്ല. ശരിയാവും. ഐശ്വര്യയുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ? അപ്പൊ സ്വന്തം മുത്തശ്ശി കൊടുക്കുന്നത് തന്നെയാ നല്ലത്. അല്ല, അത് ഈ വീട്ടിൽ വെച്ച്. അല്ല, ആ നാണക്കേട് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അഡ്വാൻസ് ആ 10 ലക്ഷം കൊടുത്തേ. അതിന് ഞാൻ സമ്മതിക്കില്ല. അമ്മ അഡ്വാൻസ് കൊടുക്കല്ലേ? എനിക്ക് നാണക്കേടാ. നമ്മൾ ഈ കുടുംബത്തിനെ നാണം കെടുത്തുന്നതിന് തുല്യവാ. ഏയ്, കുടുംബത്തിനൊന്നും സംഭവിക്കില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു നാണക്കേടും ഇല്ല. സുരഭി അഡ്വാൻസ് കൊടുത്തോളൂ. അച്ഛാ, അത് അച്ഛൻ പറഞ്ഞല്ലോ, അവർക്ക് വിഷമമൊന്നുമില്ല. അഡ്വാൻസ് കൊടുത്തോളൂ. ആവശ്യമില്ലാത്തടത്ത് നീ സംസാരിക്കണ്ട, കേട്ടല്ലോ ശ്യാമേ? അതെ, വെറുതെ ശ്യാമയുടെ ദേഷ്യം കാട്ടാൻ നിൽക്കണ്ട. എന്റെ അഭിപ്രായം അത് തന്നെയാ. സുരഭി അഡ്വാൻസ് കൊടുത്തോളൂ. ഇനിയിപ്പോ ഈ 10 ലക്ഷം കൂടി അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാ വേറൊരു കർമ്മം കൂടി ഇവിടെ ഉണ്ട്. ലക്ഷക്കണക്കിന് ഡോളർ മുടക്കി കുറെ റിച്ച് ഐറ്റംസ് ഈ വീട്ടിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുകയല്ലേ? അതെന്താ ഏതാന്നൊക്കെ എനിക്കൊന്ന് അറിയണം.
ഈ പറയുന്നേ? അല്ല, കുറെ പെട്ടികളും ബാഗുകളും തുറക്കാതെ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുകയല്ലേ. അതിലെന്തൊക്കെയാ ഇരിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ആദ്യം ചന്ദന തൊട്ടിലിന്റെ കാര്യം നടക്കട്ടെ, പിന്നല്ലേ പെട്ടി തുറക്കുന്നേ. ആദ്യം തൊട്ടിലിന് അഡ്വാൻസ് കൊടുക്കട്ടെ, ആ, അല്ലേ? ആദ്യം അത് നടക്കട്ടെ. മാഡം മറയൂർ ചന്ദനം മതിയോ അതോ മൈസൂർ ചന്ദനം വരുത്തണോ? ദേ, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ താനൊന്ന് പോകുന്നുണ്ടോ? മാഡം ഞാൻ പറഞ്ഞത് മൈസൂർ ചന്ദനം. മൈസൂർ ഒന്ന് പോടോ, കൺമുമ്പിൽ കാണരുത്, പൊക്കോ. താനിപ്പോ പൊയ്ക്കോ, ഞാൻ വിളിക്കാം. തൊട്ടിൽ ഈട്ടി വേണോ തേക്ക് വേണോന്ന് അപ്പൊ പറയാം. ആ ശരി മാഡം. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. ആ കൊണ്ടുവന്ന പെട്ടികൾ മുഴുവൻ എന്താ നിറച്ചു വെച്ചിരിക്കുന്നതെന്ന് നോക്കണം. ഇനി വല്ല നാടൻ ബോംബോ മറ്റോ ആണ് കൊണ്ടുവച്ചിരിക്കുന്നെങ്കിലോ? എടാ, പെട്ടിയും ബാഗും ഒക്കെ തുറക്കുക എന്ന് പറഞ്ഞാൽ അതല്ല ചാ, ആ പെട്ടിക്കുള്ളിൽ എന്താണെന്ന് എനിക്ക് അറിയണം. വന്നേ. ഐശ്വര്യ, വാ. മാറി കൊടു. അയ്യോ. വന്ന് ഡീ, ഐശ്വര്യ അവിടെ നിൽക്കാൻ. ഡീ, നിക്കടി. മമ്മി, മമ്മി, മമ്മി. ഡീ, ഐശ്വര്യ, ഡീ, ഡോർ തുറക്കാൻ. എന്തിനാ ഡോർ അടയ്ക്കുന്നത്? ഡോർ തുറക്കാൻ. ഐശ്വര്യ, ഡോർ തുറക്കടി. മമ്മി, എന്തിന്? തുറക്കാൻ. എന്താ മമ്മി? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. മമ്മി, ഇതേ, ഞാൻ കഷ്ടപ്പെട്ട് എന്റെ മോൾക്ക് വാങ്ങിയ സാധനങ്ങളാ. ഇത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പെട്ടി പൊട്ടിക്കാൻ സമ്മതിക്കില്ല. പറ്റില്ല. അങ്ങനെ പറ്റില്ലല്ലോ. ഈ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ഐശ്വര്യ, നിന്റെ അമ്മയോട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറയും. മമ്മി ഒന്ന് മാറി നിൽക്കേ, ആ പെട്ടി ഒന്ന് തുറന്നോട്ടെ. എന്റെ മമ്മി സ്വന്തം മോക്ക് കൊണ്ടുവന്ന ഐറ്റംസ് കണ്ട് എല്ലാവരുടെയും കണ്ണ് മഞ്ഞളിക്കട്ടെ. ശ്യാമയുടെ അച്ഛനും അമ്മയും ഗർഭിണിയായ മോൾക്ക് കൊണ്ടുകൊടുത്ത സാധനങ്ങള് നമ്മളെല്ലാരും കണ്ടതല്ലേ. ഈ ഫോറിൻ ഐറ്റംസ് കണ്ട് ശ്യാമയുടെ കണ്ണ് തള്ളട്ടെ. ഇങ്ങോട്ട് മാറി നിൽക്കും മമ്മി. ഈ പെട്ടികളെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ട് എത്ര നാളായി? അരുൺ പറഞ്ഞ പോലെ വല്ല ബോംബോ മറ്റോ ആണെങ്കിലോ? എന്തായാലും പെട്ടി ഉറക്ക്, അറിയാലോ. ഞാൻ പറഞ്ഞില്ലേ, മോൾക്കുള്ള റിച്ചായ ഫുഡ് ഐറ്റംസ്, കോസ്മെറ്റിക്സ്, വില കൂടിയ ഡ്രസ്സുകള്, ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുള്ള ടോയ്സ്, അങ്ങനെ പല ഐറ്റംസുവാ ഈ പെട്ടിയില്. ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ കേടാവും. തുറന്ന് പുറത്തെടുത്ത് വെക്ക്. ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുവാ. അപ്പൊ പ്രശ്നമില്ല. എന്ത് പറഞ്ഞാലും ഈ പെട്ടി തുറന്ന് ഞങ്ങൾക്ക് കാണണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. മമ്മി നിർബന്ധം വേണ്ട, പെട്ടി തുറന്നങ്ങ് കാണിക്ക്. ഞാൻ തുറക്കില്ല. അല്ല, അത് പറ്റില്ല. പെട്ടികളൊക്കെ തുറന്നേ പറ്റുള്ളൂ. ഇതിനുള്ളിൽ ഇല്ല, പറ്റില്ല. എന്താന്ന് തുറക്കാൻ നോക്കട്ടെ. പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. എവിടെ എനിക്ക്? അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ. പെട്ടികൾ തുറന്നു നോക്കണം. ഇല്ല, ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റാ. എനിക്ക് തുറന്നു നോക്ക്. അതിന് തടയുന്ന എന്തിനാ? ഇത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. ഈ പെട്ടിയുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ നീ ആരാ? മമ്മി, അരുണേ, പെട്ടി തുറക്ക്. ശരി അമ്മേ. അല്ല, ഇതിന്റെ ചാവി? ദേ ചാവി.
താടി ചാവി. എന്തേ കാണിക്കുന്നേ? എന്റെ പെട്ടിയുടെ ചാവി എടുക്കാൻ നീ ആരടി? താടി, എടി ചാവി തരാൻ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നേ? എന്നെ കൊന്നാലും ഞാൻ പെട്ടി തുറക്കില്ല. ശ്യാമേ, താടി ചാവി. ശ്യാമേ, ശ്യാമേ, എടി തരാൻ. ഏട്ടാ പിടിച്ചോ. അയ്യോ, പോയി. അയ്യോ, താടാ, ഇല്ല, താടാ, ഇത് എന്റെ പെട്ടി പെട്ടിയുടെ ചാവി തുറക്കട്ടെ. തരാൻ. എന്താണെന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ. എടാ, ഇങ്ങോട്ട് താടാ ചാവി. ഇല്ല, ഇല്ല, ഇത് തരില്ല. മമ്മി, എന്തിനാ ഈ കാണിക്കുന്നത്? ഇങ്ങ് വാ. മാറി നിൽക്കാം. മമ്മി എന്തിനാ ബഹളം വെക്കുന്നേ? പെട്ടി ഒന്ന് തുറക്കട്ടെ. മമ്മി എനിക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാവരും കാണട്ടെ, കണ്ണു നിറയട്ടെ.